LCD ചാർജ് 3 പ്രാവശ്യം കൂട്ടിയല്ലോ. നവംബറിൽ ഒരു ഉത്തരവ് വന്നപ്പോൾ ഏപ്രിലും കൂടി കൂട്ടിക്കൊണ്ടാണ് ഉത്തരവ് വന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒറ്റ ഉത്തരവിൽ നവംബറിൽ കൂട്ടി. ഇപ്പൊ വീണ്ടും LCD ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എഴുതിയിരിക്കുക, ഒരു യൂണിറ്റിന് 32 പൈസ കൂടി വർദ്ധിപ്പിക്കണം. രഹസ്യമാക്കി വെച്ചിരിക്കുക, ഒരു യൂണിറ്റിന് 32 പൈസ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് റെഗുലേറ്ററി അതോറിറ്റിക്ക് LCD ബോർഡ് എഴുതിയേക്കുക. 6 മാസത്തിനുള്ളിൽ എത്രാമത്തെ വർധനവാ? എന്താ കാര്യം? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള ഉത്തരവുണ്ടാക്കി, എഗ്രിമെന്റ് വെച്ചു. നമ്മുടെ ഗവൺമെന്റും ഈ ഗവൺമെന്റ് 7 കൊല്ലം ഇത് വാങ്ങിച്ചു. 2 വർഷം മുമ്പ് പെട്ടെന്ന് ബോധോദയം ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു ആ കരാർ കട്ട് ചെയ്തു, റദ്ദാക്കി. അദാനിയുടെ കമ്പനിയിൽ നിന്ന് കറണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റദ്ദാക്കിയത്. അദാനിയായിട്ടുള്ള ഡീലാണ്, അദാനി കമ്പനിയായിട്ടുള്ള ഡീലാണ് ഉറപ്പാക്കിയത്. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി കിട്ടുന്ന കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്ക് ഇപ്പോൾ വൈദ്യുതി മേടിക്കണം എന്നറിയാം? 8 രൂപ മുതൽ 12 രൂപ വരെ. വൈദ്യുതി ബോർഡിന് ഒരു ദിവസത്തെ ആവറേജ് കടം 20 കോടി വെച്ച് വരുവാണ്. അത് തന്നെ ഇപ്പൊ തന്നെ 1000 കോടി 2000 കോടിയിലേക്ക് കടക്കുകയാണ്. 1000 കോടിയിൽ നിന്ന് 2000 കോടിയിലേക്ക് കടക്കുകയാണ്. ഈ കരാർ റദ്ദാക്കിയത് കൊണ്ട് മാത്രം. ഈ ആര്യാർ സാറാണ് ആ കരാർ ഉണ്ടാക്കിയത്. 25 കൊല്ലത്തേക്ക് 4 രൂപ 29 പൈസ യൂണിറ്റിന്. 7 കൊല്ലം കഴിഞ്ഞ് ഒറ്റ റദ്ദാക്കല്. എന്നിട്ട് 8 രൂപയ്ക്കും 12 രൂപയ്ക്കും മേടിക്കുക. കൊള്ളയിലേത് കൊള്ള.